എല്ലാവർക്കും നമസ്കാരം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടട വാർഡിൽ സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വൈഷ്ണയാണ്. നമസ്കാരം. നമസ്കാരം ഹർഷ. വൈഷ്ണയെ സംബന്ധിച്ച് 24 വയസ്സ് മാത്രം പ്രായമുള്ളൂ. മാധ്യമങ്ങളിൽ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വൈഷ്ണയുടെ പേരാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും ചില കോണുകളിൽ നിന്നെങ്കിലും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മേയറായി നിന്നിരുന്ന ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ള വാർത്തകൾ എന്താ പറയാ ആര്യ രാജേന്ദ്രനെ ഉപമിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ പ്രായപരിധി അല്ലെങ്കിൽ ഈ പരിചയക്കുറവൊക്കെ ഒരു മാനദണ്ഡമായി കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഹർഷ ചോദിച്ച പോലെ കഴിഞ്ഞ ലോക്കൽ ബോഡി നടന്ന സമയത്ത് ആണ് തിരുവനന്തപുരത്തിന്റെ നിലവിലുള്ള നഗരസഭാ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ മത്സരിച്ച് മേയർ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഇത് ഏറെക്കുറെ ഇതിന്റെ സെയിം ഏജ് തന്നെ ആയിരുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോ പക്ഷേ ഈ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് കേട്ടിട്ടില്ല കേട്ടോ. വലിയൊരു രീതിയിലേക്ക് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ചില ട്രോൾ പേജുകളിലെങ്കിലും ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഈ പറയും പോലെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് രണ്ടുപേരും വിശ്വസിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ രീതികൾ രണ്ടും രണ്ടാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രണ്ടും രണ്ടാണ്. ഇപ്പൊ നമ്മുടെ ഞങ്ങളെ മുന്നിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യം ഞാനത് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അതിൽ കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഓക്കെ. ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് യുവത്വത്തെ മുന്നിൽ നിർത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സാന്നിധ്യം കൂടുതൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കും കേരളം പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോൾ പോലും യുവത്വത്തെ മുന്നിൽ നിർത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും മുതിർന്ന നേതാക്കന്മാരുടെ ഒരു നിയന്ത്രണം എപ്പോഴും യുവാക്കളുടെ ഇടയിലുണ്ടോ? അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നതിന് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരുടെ എന്തെങ്കിലും ഒരു കടിഞ്ഞാൻ വീഴുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിലവില് KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോ ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ തന്നെയാണ്. അപ്പോ അതിലുപരിയായിട്ട് മുതിർന്ന നേതാക്കന്മാര് അതില് മറ്റേ ഈ പറഞ്ഞ പോലെ കടിഞ്ഞാണിടാൻ വേണ്ടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു സാഹചര്യം ഉള്ളത്, അവർ നമ്മുടെ ലീഡർഷിപ്പ് ആണല്ലോ. നമുക്ക് മുന്നേ ഒരുപാട് വർഷം കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് പല മുതിർന്ന നേതാക്കന്മാരും. നല്ല ഒട്ടുമിക്ക ആൾക്കാരും. അപ്പൊ അവരോട് നമ്മളിപ്പോ എന്ത് ആവശ്യങ്ങൾ വന്നാലും അവരോട് സമീപിക്കാറുണ്ട്. പ്രസിഡന്റ് ഇങ്ങനെ അല്ലെങ്കിൽ സർ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോ അവരത് പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്തു തരാറുണ്ട്. നമ്മളെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ് ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ കടിഞ്ഞാണിടും പോലെയൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ അതിന് നമ്മളങ്ങനെ കടിഞ്ഞാണിടായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സ്ത്രീ പ്രാതിനിധ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസമായിരുന്നു KC വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആൺകുട്ടികൾ കേരളം ഭരിക്കും എന്നുള്ളത്. ഇത്രയും 27ഓളം, എനിക്കൊന്ന് 27ഓളം സ്ത്രീകളുടെ ഒരു പേരുകൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആൺകുട്ടികൾ കേരളം ഭരിക്കുമെന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, പുള്ളിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, പുള്ളി അങ്ങനൊരു സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അത്. കാരണം നമുക്കറിയാം, അദ്ദേഹം എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ്. അപ്പോ പുള്ളിയുടെയും കൂടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകണം ഇത്രയും സ്ത്രീ പ്രാതിനിധ്യം നമ്മുടെ പാർട്ടിയിൽ വന്നത്. അതുകൊണ്ട് പുള്ളി ഒരിക്കലും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അത് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, നമ്മുടെ സംഘടനയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലുള്ള ആരും തന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഓക്കെ. ഇപ്പോ വൈഷ്ണയെ പോലെ തന്നെ മാധ്യമങ്ങൾ ഇത്രത്തോളം പേരുകൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ പോലും ചുരുക്കം പേരുകൾ മാത്രമാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറയുന്ന വൈഷ്ണ ആണെങ്കിലും അതുപോലെ വഴുതക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള നീതുവിന്റെ പേരാണ് പിന്നീട് ഇത്രത്തോളം സജീവമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. പക്ഷെ അപ്പോൾ പോലും നീതുവിന് മാധ്യമങ്ങൾ നൽകിയ ഒരു ടാഗ് ഉണ്ട്,
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കോൺഗ്രസ് പ്രവർത്തക നീതു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു MLA-ക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത്തരത്തിലൊരു ടാഗ് നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, അത് ടാഗ് നൽകിയത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ, ഞങ്ങളല്ലല്ലോ. അതെ. അപ്പൊ അത് മാധ്യമങ്ങളോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പോസ്റ്റ് ഇടുന്നതും ഒരാൾക്കെതിരെ പറയുന്നതും അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതും എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓരോരുത്തരുടെ താല്പര്യം. അതായത് ഇപ്പം എനിക്കിപ്പോ ഒരാളെ പൊളിറ്റിക്കലി കേട്ടോ, പൊളിറ്റിക്കലി ആണ് നീതു ചേച്ചി ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കലി അതെ. മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ള രീതിക്കായിരിക്കും പുള്ളിക്കാരിയെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ അത് പുള്ളിക്കാരിയുടെ ഒരു തീരുമാനം അനുസരിച്ച് പുള്ളിക്കാരി ചെയ്തതാണ്, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്ന് കരുതിയും അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ അതിൽ അധികമായിട്ട് ഇന്റർഫിയർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ടാഗ് ലൈൻ കൊടുക്കുന്നതെല്ലാം മീഡിയാസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാനല്ല ടാഗ് ലൈൻ കൊടുത്തത്. ഓക്കെ. ഇപ്പോ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ LDF-ന് മുന്നിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്ത് നിൽക്കുന്നത് BJP ആണ്. 3-ാം സ്ഥാനത്താണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്, അല്ലെങ്കിൽ UDF ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം ഒട്ടാകെ തന്നെ അധികാരത്തിൽ വരാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നാണ് തോന്നുന്നത്? അല്ല, എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത്, നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത് UDF മാത്രമാണ്. അതും സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KS ശബരിനാഥൻ ഉൾപ്പെടെ, അതായത് ഞങ്ങൾക്ക് ഇവർക്കും പ്രിയപ്പെട്ട ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന സെലിബ്രിറ്റി കാറ്റഗറിയിൽ വരുന്ന ഒരാളുള്ളൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപാട് യുവമുഖങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാ പോഷക സംഘടനകളും ഉൾപ്പെടെ വരുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് UDF ഒരുവിധം പ്രിപ്പേർഡ് ആണ് എന്നുള്ളതാണ്. അത് ലോക്കൽ ബോഡി ആയാലും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയാലും അതിനെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി UDF ഒരുവിധം പ്രിപ്പേർഡ് ആണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ഓൺ ഗോയിങ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോ ലോക്കൽ ബോഡി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഇതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് ലോക്കൽ ബോഡി റിസൾട്ടിലാണ് അറിയാൻ പറ്റുക. നമ്മൾ എന്തായാലും ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനായി, UDF ഭരണത്തിലേക്ക് വരാനായി ഒന്നടങ്കം എല്ലാവരും മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോ അതുകൊണ്ട് പറ്റുമോ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയമൊന്നും തന്നെ ഞങ്ങൾക്കില്ല. പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത്. വൈഷ്ണവിയെ സംബന്ധിച്ച് 24 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ചെറിയ ഒരു ഏജില് ഇപ്പൊ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിവാദങ്ങൾ ഉയർന്നു വരുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഫാമിലിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബാധിപത്യം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കോൺഗ്രസിന് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 24 വയസ്സുള്ള വൈഷ്ണ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്ന സാഹചര്യത്തിൽ ചില കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ചില ട്രോൾ പേജുകളിൽ നിന്ന് കേൾക്കുന്നത് ഇതുപോലെ തന്നെ ഫാമിലി കണക്ഷൻ കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഫാമിലി കണക്ഷൻ കൊണ്ട് തന്നെയാണോ സ്ഥാനാർത്ഥിയായത്? അല്ല ഹർഷ, ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ട്രോൾ പേജുകളിൽ പറയുന്നത് വെച്ച് ഞങ്ങൾ ആരും തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. ട്രോൾ പേജുകളിൽ പറയുന്നത്, ആ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ UDF-നെ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോ അവർക്ക് പറയാനുള്ള അവർ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഫാമിലി ഇന്റർ കണക്ഷൻസ് എന്ന് പറയുമ്പോ, എന്റെ ഫാമിലിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫാമിലി വഴി കിട്ടിയതൊന്നുമല്ല. പാർട്ടി ആവശ്യപ്പെട്ടു, ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളത്. നമ്മളെ പ്രാദേശികമായിട്ട് ഇപ്പൊ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണല്ലോ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാഥമികമായിട്ടുള്ള തീരുമാനങ്ങൾ, പേര് പോകുന്നതും എല്ലാം പ്രാദേശികമായിട്ടുള്ള ലീഡർഷിപ്പ് ആയിരിക്കും അത് ചൂസ് ചെയ്യുക. പിന്നെ അത് അപ്പർ ലീഡർഷിപ്പിലേക്ക് പോകുന്നു. അവര് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്നു, എല്ലാവരുമായി ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് പോകുന്നത്. പല കോർ കമ്മിറ്റികളും എല്ലാം കഴിഞ്ഞ് DCC ആണ് പ്രഖ്യാപിക്കുന്നത്, DCC വഴിയാണ് വരുന്നത്. അല്ലാതെ ഫാമിലി വെച്ച് നോക്കിയിട്ടല്ല UDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നോക്കിയിട്ടാണ്.
നോക്കിയിട്ടാണ്. പക്ഷെ എപ്പോഴും ഇപ്പൊ UDF-നെ സംബന്ധിച്ച് ബാക്കി എല്ലാ രീതിയിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധത പ്രകടമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. UDF-നെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സാഹചര്യമാണ്. പക്ഷേ എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ അത് ബാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം കോൺഗ്രസിനെ ബാധിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് അത് മാത്രം ഒരു കാരണമാകുമോ? ഒരിക്കലും ഇല്ല. കാരണം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അങ്ങനെ കോൺഗ്രസിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുകയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ വന്നിട്ടുള്ള MLA-മാർ ഇന്നും MLA-മാരായിരിക്കുന്നുണ്ട്. അവരുടെ അതെ. വിഷയങ്ങളൊന്നും തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ബാധിച്ചിട്ടില്ലല്ലോ. ഈവൻ അവരെ പോലും വലുതായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെല്ലാരും വളരെ നന്നായി, വളരെ മാന്യന്മാരായി തന്നെ സമൂഹത്തിൽ നടക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലുതായി ബാധിക്കുന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല കേട്ടോ. ബാക്കി പാർട്ടികളെല്ലാം തന്നെയും ഈ ഒരു വിഷയം മാത്രമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് എടുത്തിടുന്നത്. ഇപ്പോൾ ഏതൊരു വിഷയത്തിലും നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇന്നും പാലക്കാടിന്റെ MLA ആണ്. MLA ആയിട്ട് തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും പൊതുപരിപാടികളിൽ സജീവമാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ പറയുന്ന പരിപാടികളിൽ വരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും, അതല്ലാതെ ചില മറ്റു പാർട്ടികളിൽ ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും, എല്ലാവരെയും അടച്ചു പറയുന്നില്ല, ചിലരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മാറ്റി നിർത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതി പലരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയും കോൺഗ്രസിന് ഏത് രീതിയിലായിരിക്കും അപ്പോൾ ഈ പറയുന്ന പാർട്ടി ഇന്നിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ആ ഒരു വിഷയത്തില് ആ ഒരു വിഷയം ഞങ്ങളെ പാർട്ടിയെ ബാധിക്കുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഈ പറഞ്ഞ പോലെ പാലക്കാട് ഇന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റു പാർട്ടിക്കാരാണ്. മറ്റു അതെ. പാർട്ടിക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാർ അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തെ കൂടെ നിർത്തുന്നുണ്ട്. അദ്ദേഹം പൊതുപരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ പാർട്ടിക്കാരെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടിയിലുള്ള ലീഡർഷിപ്പ് മാറ്റി നിർത്തുന്നില്ല. നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം മറ്റു പാർട്ടിയിലുള്ള ലീഡർഷിപ്പിന്റെ കൂടെ അദ്ദേഹം പാലക്കാട് MLA എന്നുള്ള രീതിയിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. അപ്പൊ മാറ്റി നിർത്തുന്ന ആൾക്കാർ അതൊന്ന് ആലോചിച്ചാൽ നല്ലത്. അവരുടെ ലീഡർഷിപ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തെ തടയുന്നില്ല? അവർക്ക് അതിനുള്ള വോയിസ് ഇല്ല അതെ. എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ആ ഒരു ലോജിക്കലി പരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും തന്നെ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ ബാധിക്കുന്നവയല്ല. അല്ല, ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഇത്രത്തോളം പ്രതിപക്ഷത്ത് നിൽക്കുന്നത് BJP, ഭരണത്തിൽ അല്ലെങ്കിൽ കൂടുതൽ മേൽക്കൈയുള്ളത് LDF-നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ടോ ഇപ്പോ ഈ പറയുന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭയങ്കര പ്രിപ്പേർഡ് ആണ്. നമ്മള് ലോക്കൽ ബോഡി നോക്കിക്കഴിഞ്ഞാല് ലോക്കൽ ബോഡി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരസഭ അത്യാവശ്യം നല്ല പ്രിപ്പേർഡ് ആണ്. ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പല പാർട്ടിയിലുള്ള ആൾക്കാരും സ്ഥാനാർത്ഥികളെ കിട്ടാണ്ട് ഓടി നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഓൾറെഡി ബൂത്തുകളിലും വാർഡിലും എല്ലാം ലൈവാണ്, സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വോട്ടേഴ്സിനെ നേരിട്ട് കാണുന്നു. അവർ ഓടി ഓടി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പലരുടെയും പ്രചരണ രീതികൾ എല്ലാം പോസ്റ്ററും ഫ്ലെക്സും എല്ലാം തന്നെ നിരന്നു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഈ മാജിക്കൽ നമ്പേഴ്സിലേക്ക് വരിക എന്നുള്ളത് ഞങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായി ഞങ്ങള് ചെയ്യുന്നതാണ്. അത് ഹാർഡ് വർക്ക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു തെറ്റല്ലല്ലോ. അല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു ഹർഷ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.